ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കുറേ ആയി പുഡിംഗ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ക്യാരറ്റ് ജാം, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 ക്യാരറ്റാണ് അതിനായിട്ട് എടുക്കുന്നത്. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു കൊടുക്കുക. കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. 3 ഇതേപോലെ അരിഞ്ഞെടുക്കാം. നമ്മൾ വേവിച്ചിട്ടല്ല, ആദ്യം ഇതൊക്കെ അടിച്ചെടുത്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കിയിട്ട്, അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കണത്. അപ്പോൾ ഒരു 3 ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 3 മുഴുവനോടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മിക്സിയിൽ ഇങ്ങനെ പ്യൂരി ആക്കണം, അങ്ങനെ ബാറ്റർ ആക്കണം എന്നുള്ള അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനതിൽ പ്യൂരി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും. നമ്മുടെ പ്രീതിയുടെ മിക്സിയിലാണ് ഞാൻ അടിച്ചെടുത്തത്. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് അടിച്ചെടുത്തത് ഉണ്ട്. അപ്പോൾ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൽ കട്ടകളൊന്നുമില്ല. കട്ടകളില്ലാണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിറപ്പാക്കുമ്പോൾ അതിൽ ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലും ഒരു തരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഇത് ചൂടോടെ വേണമെങ്കിലും അങ്ങനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. നമുക്ക് ചൂടോടെ വേണമെങ്കിൽ ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു പകരമായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പുഡിങ്ങാണ്. പിന്നെ തണുപ്പിച്ചിട്ടാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് കുക്കായി വന്നപ്പോൾ ഞാനതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ചതൊന്നല്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക തന്നെയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഒന്ന് വരട്ടി ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവത്തിലാവണം. അപ്പോൾ ഇതേപോലെ ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വരട്ടി എടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ പഞ്ചസാരയും കൂടെ അതിലൊന്ന് കിടന്നിട്ടൊന്ന് സെറ്റായി കിട്ടണം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് വെറ്റി വരണം. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കട്ടൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതായി വരണം. അപ്പോൾ എന്താ തിള വരുന്നുണ്ട്. അപ്പോൾ തിള വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പാല് കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് വരേണ്ടതുള്ളൂ, ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു സാധനം കൂടെ അതിലേക്ക് ചേർത്ത് ഇതൊരു പിടുത്തം കിട്ടണം, നമുക്കൊരു ബോൾസാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ റവ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതൊന്ന് കട്ട പോലെ ആവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 1/2 മുതൽ 1/4 കപ്പോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതുപോലെ നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ കണ്ടത് അതായിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കണ്ട ഇനി ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം. കണ്ട ഇതേപോലെ നമുക്ക് വിട്ട് കിട്ടണം. അപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് അപ്പോൾ റവ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് തിക്കായി വരും. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിങ്ങനെ ഒരു പരുവത്തിലാവുമ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിന്ന് കുഞ്ഞു ബോൾസാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ചൂടോടുകൂടെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം.
അപ്പോൾ ഇതിലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞേതാവുമ്പോൾ അത്രയും നല്ലത്. പിന്നെ അത് ഒരു എന്താ പറയുക, ഒരു നാരങ്ങ വലിപ്പമല്ല, അതിലും കുറച്ചും കൂടെ ചെറുത്, നെല്ലിക്ക വലിപ്പമല്ല, നാരങ്ങ വലിപ്പമല്ല, നെല്ലിക്ക വലിപ്പത്തിനെക്കാട്ടിയും കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി, കൂടുതൽ നേരം വേണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി, കൂടുതലാകുമ്പോൾ അത് ഹാർഡായി പോവും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇത് ചൂടായി വന്ന പാത്രമാണ്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് മുകളിലും കൂടെ വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഏകദേശം 1 ലിറ്റർ പാലെടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു കുറച്ച് ഏലക്കാപ്പൊടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, എന്നാലും ഏലക്കയുടെ ഒരു ഫ്ലേവറാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇനിയിപ്പോൾ കോൺഫ്ലോറോ അരിപ്പൊടിയോ കസ്റ്റാർഡ് പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കോൺഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, കോൺഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാം. ഏതായാലും ടേസ്റ്റിയാണ്. കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും ആകും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത്. കസ്റ്റാർഡ് ആണെങ്കിൽ ആ ഒരു കസ്റ്റാർഡിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് കട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് യൂസ് ചെയ്തെടുക്കാം. 1 ലിറ്റർ പാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് നമ്മുടെ ഈ കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടാണ് അത് മിക്സ് ആക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കറിയാലോ കോൺഫ്ലോറൊക്കെ ചേർത്താൽ പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ അത് തിക്കായി വരുന്ന സമയത്തോടു കൂടെ നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാനവിടെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലോലി ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം കസ്റ്റാർഡ് അല്ല, നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോൾസ് ഇതിലുണ്ട്. ബോൾസ് പൊട്ടിപ്പോവില്ല, നമ്മളൊന്ന് സ്റ്റീം ചെയ്തുകൊണ്ട് പൊട്ടിപ്പോവില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. മെല്ലനെ ഇളക്കി കൊടുത്ത് തിക്കാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ട ഏകദേശം നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോറാണ്, അപ്പോൾ ഒന്നും കൂടെ ഒന്നിരുന്ന് തിക്കാവും, ചൂടാറിയാലും ഒന്നും കൂടി ഇരുന്ന് തിക്കാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബോൾസും ആ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിറപ്പ് കണ്ട കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല കട്ടിയായി വരുന്ന ഒരു പുഡിംഗ് അല്ല, നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രസ്മലായി പിന്നെ ഗുലാബ് ജാമുൻ രസ്മലായിയുടെ ഒക്കെ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കോരി കഴിക്കാൻ പറ്റിയൊരു പാകത്തിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ചൂടോടെ കുടിക്കുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തണുത്തതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ്. കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിസ്തയും ബദാമുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ബദാമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒരു തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ 2 ബോൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മിൽക്കിൻ്റെ സിറപ്പില്ല മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കാണിച്ച